അടുത്ത റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ആയുള്ള സ്ട്രാറ്റജിയാണ് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ളത്. മെഡിക്കൽ അസിസ്റ്റൻസ് ആൻഡ് കെയർ. പ്രോപ്പറായിട്ടുള്ള മെഡിക്കൽ അസിസ്റ്റൻസ് ആൻഡ് കെയർ കൊടുക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, അതിനൊക്കെ നല്ലൊരു മെഡിക്കൽ അസിസ്റ്റൻസും കെയറും കൊടുക്കുക. അത് നിർബന്ധമായും കൊടുത്തിരിക്കണം. മസ്റ്റ് ബി പ്രൊവൈഡഡ് ടു ദ പീപ്പിൾ ഇൻ റീപ്രൊഡക്ഷൻ റിലേറ്റഡ് പ്രോബ്ലംസ്. എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നോക്കി? പ്രഗ്നൻസി. സോ പ്രഗ്നൻസി ആൻഡ് അതിൻ്റെ റിലേറ്റഡ് പ്രോബ്ലംസ്, ഡെലിവറി അതിനനുബന്ധിച്ച പ്രോബ്ലംസ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അതിനു വേണ്ടിയുള്ള അസിസ്റ്റൻസ് ആൻഡ് കെയർ, എബോഷൻസ്, അതുപോലെ കോൺട്രാസെപ്ഷൻ ഗർഭനിരോധന മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, ബർത്ത് കൺട്രോൾ ഓപ്ഷൻസ്, മെൻസ്ട്രൽ പ്രോബ്ലംസ്, ഇൻഫെർട്ടിലിറ്റി ഫെർട്ടിലിറ്റി ഇല്ലായ്മ, അതിനൊക്കെയുള്ള പ്രോബ്ലംസിന് പ്രോപ്പറായിട്ട് മെഡിക്കൽ അസിസ്റ്റൻസ് ആൻഡ് കെയർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തി സൊസൈറ്റീനെ ബ്രിങ് അപ്പ് ചെയ്യാൻ പറ്റും. സോ പ്രഗ്നൻസി അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഡെലിവറി, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, എബോഷൻസ്, കോൺട്രാസെപ്ഷൻ, മെൻസ്ട്രൽ പ്രോബ്ലംസ്, ഇൻഫെർട്ടിലിറ്റി, ഇങ്ങനത്തെ പ്രോബ്ലംസിനൊക്കെ നല്ലൊരു അസിസ്റ്റൻസ് ആൻഡ് കെയർ കൊടുക്കണം. അപ്പോൾ നല്ലൊരു റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി സൊസൈറ്റി ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രോബ്ലംസിന് വേണ്ടിയിട്ട് നമ്മൾ സക്സസ്ഫുൾ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് വേരിയസ് ആക്ഷൻ പ്ലാൻ ടു അറ്റൈൻ റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്ത്. സോ റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്ത് റിക്വയർ ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല ഒരുപാട് ആക്ഷൻ പ്ലാനുകൾ സക്സസ്ഫുള്ളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്നത് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്, ഒരുപാട് അഡ്വാൻസ്ഡ് ആണ് ടെക്നോളജി. സോ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് നമ്മൾ സ്ട്രോങ് ആയിട്ട് യൂസ് ചെയ്യണം. അതുപോലെ പ്രൊഫഷണൽ എക്സ്പേർട്ടൈസിൻ്റെ നല്ല കഴിവുള്ള എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ സഹായം, അതുപോലെ മെറ്റീരിയൽ സപ്പോർട്ട്, നല്ല പ്രൊഫഷണലായിട്ടുള്ള മെറ്റീരിയൽസും, അതുപോലെ എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എക്സ്പേർട്ടൈസ് ആയിട്ടുള്ള അതിനെ കെയർ ചെയ്യാനുള്ള ആൾക്കാരുടെ ആവശ്യം, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല മെഡിക്കൽ അസിസ്റ്റൻസ് ആൻഡ് കെയർ കിട്ടുമെന്ന് പറയാം. അപ്പോൾ നമുക്ക് കാലത്തിനനുസരിച്ച് ടെക്നോളജി വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും എല്ലാം നമ്മൾക്ക് അവൈലബിൾ ആണ്. സോ ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക ഓഫ് എ ബെറ്റർ ടെക്നിക്സ്. എന്തൊക്കെ ടെക്നിക്സുകളും സ്ട്രാറ്റജീസാണോ ഡേ ബൈ ഡേ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, സ്ട്രാറ്റജീസ് ഫ്രം ടൈം ടു ടൈം, അതൊക്കെ നമ്മൾ ടു പ്രൊവൈഡ്, അതൊക്കെ യൂട്ടിലൈസ് ചെയ്ത എഫിഷ്യൻറ്റ് കെയർ ആൻഡ് അസിസ്റ്റൻസ് നമുക്ക് പ്രോപ്പറായിട്ടൊരു കെയറും അസിസ്റ്റൻസും കൊടുക്കാനായിട്ട് പറ്റും. അതുവഴി നമുക്ക് റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ആയിട്ടുള്ള സൊസൈറ്റീനെ ബ്രിങ് അപ്പ് ചെയ്യാൻ പറ്റും. ഇനി പറയുകയാണെങ്കിൽ അടുത്തത് സ്റ്റാറ്റ്യൂട്ടറി ബാൻ ഓൺ അമ്നിയോസിൻറ്റസിസ്. അടുത്ത സ്ട്രാറ്റജിയാണ് അമ്നിയോസിൻറ്റസിസ് എന്ന് പറഞ്ഞൊരു ടെക്നിക്ക്. അമ്നിയോസിൻറ്റസിസ് എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയുടെ വയറ്റിൽ കുട്ടി ഉണ്ടായിരിക്കുമ്പോൾ തന്നെ കുഞ്ഞിൻ്റെ സെക്സ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുഞ്ഞിന് എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടോ എന്നും മനസ്സിലാക്കാൻ പറ്റും. അത് ചെക്ക് ചെയ്യുന്നത് അമ്മയുടെ വയറ്റിൽ നിന്ന് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, കുട്ടീനെ സറൗണ്ട് ചെയ്തിട്ട് ഫീറ്റസിനെ സറൗണ്ട് ചെയ്തിട്ട് കാണുന്ന ഫ്ലൂയിഡ് ഉണ്ട്, ആ ഫ്ലൂയിഡിലാണ് കുട്ടി കാണപ്പെടുന്നത്. സോ ഫീറ്റസിൽ ഗ്രോ ചെയ്യുന്ന ആ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടിയുടെ സെക്സ് അറിയാൻ പറ്റും. അതുപോലെ ജനറ്റിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ക്രോമസോമൽ അബ്നോർമാലിറ്റി എന്തെങ്കിലും ഉണ്ടോ എന്നും അറിയാൻ പറ്റും. അത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എടുത്ത് ഇത് ചെക്ക് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് അമ്നിയോസെൻറ്റസിസ്. പ്രീ നേറ്റൽ ഡയഗ്നോസിസ്. പ്രീ നേറ്റൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് പുറത്ത് വരുന്നതിന് മുന്നേറ്റ്, ബിഫോർ. സോ പ്രീ നേറ്റൽ ഡയഗ്നോസിസ്. നമ്മൾ പോസ്റ്റ് നേറ്റൽ എന്ന് പറഞ്ഞു, ഡെലിവറിക്ക് ശേഷമുള്ള അമ്മയുടെയും കുഞ്ഞിൻ്റെയും പരിചരണമാണ് പോസ്റ്റ് നേറ്റൽ എന്നുണ്ടെങ്കിൽ, അതിന് മുമ്പ് പ്രഗ്നൻസി പീരീഡിലുള്ളതാണ് പ്രീ നേറ്റൽ ഡയഗ്നോസ്റ്റിക്. പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് കണ്ടുപിടുത്തങ്ങൾ എങ്ങനെയൊക്കെയാണ്? ടെക്നിക് ഓഫ് എന്താണ്? ഫീറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ, കുഞ്ഞിൻ്റെ ഫീറ്റസിൻ്റെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുക. അതുപോലെ തന്നെ ഡിറ്റർമിനേഷൻ ഓഫ് ജനറ്റിക് ഡിസോർഡേഴ്സ് ഓഫ് ദ ഫീറ്റസ്, ആ കുട്ടിയുടെ ജനറ്റിക് ഡിസോർഡേഴ്സും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ബേസ്ഡ് ഓൺ എങ്ങനെയാണ്? ക്രോമസോമൽ പാറ്റേൺ ഇൻ ദ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് സറൗണ്ടിങ് ദ ഡെവലപ്പിംഗ് എംബ്രിയോ. സോ എംബ്രിയോനെ സറൗണ്ട് ചെയ്ത് കിടക്കണ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ക്രോമസോമൽ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ സെക്സ് ഓഫ് ദ ബേബി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതുപോലെ എന്തെങ്കിലും ക്രോമസോമൽ അഥവാ ജനറ്റിക് ഡിസോർഡേഴ്സ് കുട്ടിക്കുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് അമ്നിയോസെൻറ്റസിസ്. സോ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എടുത്ത് ജനറ്റിക് ഡിസോർഡേഴ്സും സെക്സ് ഓഫ് ദ ബേബിയും ചെക്ക് ചെയ്യുന്നത് ക്രോമസോമൽ പാറ്റേൺ വെച്ചിട്ട്, അമ്നിയോട്ടിക് ഫ്ലൂയിഡിലെ ക്രോമസോം പാറ്റേൺ വെച്ച് ചെക്ക് ചെയ്യുന്ന ആ ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് അമ്നിയോസെൻറ്റസിസ്. സോ അമ്നിയോസെൻറ്റസിസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത്
സെക്സ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് അതിനെ ഒരുപാട് മിസ്യൂസ് ചെയ്യാനും പറ്റും നമുക്ക്. സോ ഇറ്റ് ഈസ് നോർമലി മിസ്യൂസ് ചെയ്യാണ് എന്തിനു വേണ്ടിയിട്ട്? ടു ഡിറ്റർമിൻ ദ സെക്സ് ഓഫ് ദ ചൈൽഡ്. കുട്ടിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെക്നിക്കിനെ ഒരുപാട് മിസ്യൂസ് ചെയ്യുന്നു. അതുവഴി കുട്ടി ഇൻ കേസ് ദ ഫീറ്റസ് ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ലീഡ്സ് ടു ഫീമെയിൽ ഫീറ്റിസൈഡ്, പെൺ ഭ്രൂണഹത്യയ്ക്ക് കാരണമാകുന്നു. ആൻഡ് ടു കിൽ നോർമൽ ഫീമെയിൽ ഫീറ്റസ്, ഒരു കുഴപ്പമില്ലാത്ത നോർമൽ ഫീമെയിൽ ഫീറ്റസിനെ എബോട്ട് ചെയ്ത് കളയാനായിട്ട് ഈ സെക്സ് ഡിറ്റർമിനേഷൻ ടെക്നിക്കിലൂടെ കഴിയുന്നു. ഇത് ശരിക്കും സെക്സ് ഡിറ്റർമിനേഷൻ ടെക്നിക്ക് എന്ന് പറയാൻ പറ്റില്ല. അത് ക്രോമസോമൽ എബ്നോർമാലിറ്റിയും സെക്സ് ഡിറ്റർമിനേഷനും ഒരുമിച്ച് ക്രോമസോമിൻ്റെ പാറ്റേൺ നോക്കി മനസ്സിലാകുന്നതാണ്. അതോടൊപ്പം നാച്ചുറലി സെക്സ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് കുട്ടിയുടെ സെക്സ് ഏതാണെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ ആ ഒരു ടെൻഡൻസി ഫീമെയിൽ ഫീറ്റസിനെ കില്ല് ചെയ്യാനുള്ള, ഫീമെയിൽ ഫീറ്റിസൈഡിനുള്ള ആ ടെൻഡൻസി ഒരുപാട് ഉണ്ടാകുന്നു. അങ്ങനെ ഈ ടെക്നിക്കിനെ മിസ്യൂസ് ചെയ്യാണ് ചെയ്യണേ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഈ അമ്നിയോസെൻറ്റൻസ് സ്റ്റാച്യൂട്ടറി ബാൻ ചെയ്തിരിക്കുക, ലീഗലി ബാൻ ചെയ്തു. ലീഗലി ബാൻ, ഇപ്പോൾ ബാൻ ചെയ്യും. നൗ എന്തിനു വേണ്ടി? ടു അവോയ്ഡ് ഫീമെയിൽ ഫീറ്റിസൈഡ്. സോ പെൺ ഭ്രൂണഹത്യകൾ ഇല്ലാതാവാൻ വേണ്ടിയിട്ട്, ഫീമെയിൽ ഫീറ്റിസൈഡ് ഇല്ലാതാവാൻ വേണ്ടിയിട്ട് ഈ അമ്നിയോസെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ടെക്നിക്കിനെ ലീഗലി ബാൻ ചെയ്തിരിക്കണം. അതാണ് അടുത്ത ഒരു സ്റ്റാച്യൂട്ടറി ബാൻ ഓൺ അമ്നിയോസെൻറ്റൻസസ്.